അങ്ങനെ അവസാനം എല്ലാവരും മലയാളികൾ ആകെ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. തൃശൂർ നഗരത്തെ വിറപ്പിക്കാൻ പുലികൾ ഇറങ്ങുകയാണ്. സ്വരാജ് റൗണ്ടിൽ അരമണി കിലുക്കി, അതുപോലെ തന്നെ കുടവയർ കുലുക്കിക്കൊണ്ട താളത്തിൽ ചുവടുവെച്ച പുലികൾ ഇറങ്ങാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മേഘ്ന മുരളിയുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി നടുവിലാലിൽ നിന്നാണ് മേഘ്ന ചേരുന്നത്. മേഘ്ന, എങ്ങനെയാണ് അവിടെ? പുലിക്കളിയുടെ ആവേശത്തിൽ നിൽക്കുകയാണ് മേഘ്ന അടക്കമുള്ള നമ്മുടെ പ്രതിനിധികൾ. ആന്റണി ജിസ് ജോർജ് ഉണ്ട്, അതുപോലെ തന്നെ കാളിദാസ് ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഒരു കാര്യങ്ങൾ? പുലികളൊക്കെ വന്നു തുടങ്ങിയോ? ഭദ്ര, ഞാനിപ്പോൾ നിൽക്കുന്നത് നടുവിലാലാണ്. അതായത് തൃശൂർ പൂരം ഈ സ്വരാജ് റൗണ്ട് ആകെ കൊട്ടിക്കയറാൻ പോവുകയാണ്. അതിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത് ഈ പല ദേശങ്ങളിൽ നിന്നായി പുലികൾ അവിടെ ദേശം വിട്ട് നഗരത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ നഗരവീതിയിൽ നിന്നായിരിക്കും ഇവർ അവരുടെ മാസ്മരിക പ്രകടനങ്ങൾ, അത് നൃത്യങ്ങളായി അല്ലെങ്കിൽ ചുവടുവയ്പ്പുകളായി അവരുടെ മാസ്മരിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത് ഈ റൗണ്ടിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. ഞങ്ങളിവിടെ കാളിദാസ് അടക്കമുള്ള, ആന്റണി ജിസ് ജോർജ് അടക്കമുള്ള, ക്യാമറ ടീം അടക്കമുള്ള വലിയ തരത്തിലുള്ള ഒരു ഘോഷത്തിലാണ്, അല്ലേ കാളിദാസ്? ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ ഓരോ സംഘങ്ങളും പല ഭാഗങ്ങളിലായി വന്നു ചേരും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പം അടുത്ത് തന്നെ 5 മണിയൊക്കെ ആവുമ്പോഴേക്കും സീതാറാം മിൽ എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള കുറേ ഉണ്ട്, കാരണം പല ഭാഗങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഇതിലേക്ക് എത്തുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഈ ദേശങ്ങളിലെ പുലി സംഘം, അത് മാക്സിമം 51 അംഗ പുലി സംഘമാണ് ഈ നഗരത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഈ ദേശങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചതാണ്, അല്ലെങ്കിൽ ഈ ദേശങ്ങളൊക്കെ കയറി നമ്മൾ സഞ്ചരിച്ചതാണ്. അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ. ഏത് പുലി വേണം ഭദ്ര, ഏത് പുലി വേണമെന്ന് നോക്കിയാൽ മതി. വ്യത്യസ്തമായിട്ടുള്ള പുലി, ഹിമപ്പുലി ആയിക്കോട്ടെ, കരടിപ്പുലി ആയിക്കോട്ടെ, മഞ്ഞ, ചുവപ്പ്, പല വർണ്ണങ്ങളിലുള്ള വനിതാ പുലികൾ, കുട്ടിപ്പുലികൾ, അങ്ങനെ പലതരം പുലികൾ. തീർച്ചയായും നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെ സസ്പെൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഓരോ ദേശക്കാരും ഓരോ സസ്പെൻസ് ഒളിപ്പിച്ചു വെക്കാറുണ്ട് സാധാരണ. എന്താണ് ഇത്തവണത്തെ ഒരു സസ്പെൻസ്? ഈ നേരത്തെ മേഘന പറഞ്ഞതുപോലെ തന്നെ വനിതാ പുലികൾ, അതുപോലെ കുട്ടിപ്പുലികളൊക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് അവരുടെയൊക്കെ വിശേഷങ്ങൾ? അതായത് ഇപ്പൊ ഈ ഒരു ഭദ്ര ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ സസ്പെൻസ് നമ്മളൊന്ന് പറയാൻ പറ്റൂല, എന്നാലും പക്ഷെ ഇത് നമ്മൾ പൊളിക്കും. ആ സസ്പെൻസ് ഇപ്പൊ തൽക്കാലം ഇനി പൊളിക്കാം. ഇനിയിപ്പോ പൊളിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സസ്പെൻസ് പൊളിക്കും. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, ഇത് ദേശക്കാരെന്ന് ചില സമയത്ത് ആവേശം കൊണ്ട് ഇവരതങ്ങ് മറന്നുപോകും, സർപ്രൈസ് ആണെന്നുള്ള കാര്യം. ഭദ്രയോട് സൂചിപ്പിച്ചത് നേരത്തെ നമ്മൾ ഈ ദേശങ്ങളൊക്കെ, അതായത് അവര് ഈ മെയ്യെഴുത്ത് നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ പുലി രൂപങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ, കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പോയി സന്ദർശിച്ചു. അവിടെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ എടുത്തതാണ്. അപ്പോൾ അവർ പലരും ആവേശം കൊണ്ട് നമ്മളോട് ഇന്നതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പം ആ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് എടുത്തു പറയാം. കാരണം നേരത്തെ നമ്മൾ പോയി ഈ ഒരു യുവജന സംഘത്തിന്റെ അവിടെ പോയി, ആ ഒരു അവരുടെ കയ്യിലുള്ള ഒരു അവർ കൊണ്ടുവന്ന അവരുടെ ഒരു പുതിയൊരു പരിപാടിയായിരുന്നു ആ കയ്യുറ. മടക്കുമ്പോൾ കറക്റ്റ് ആ നഖം വരുന്ന പോലത്തെ ഒരു കയ്യുറ, അതേപോലെ കറക്റ്റ് അളവിനനുസരിച്ച് വെച്ച ഒരു പാതകം, അതൊക്കെ അവരുടേതായിട്ടുള്ള കാലം മാറുന്നതിനനുസരിച്ച് പല രൂപങ്ങളും നമ്മളൊക്കെ പോലെ തന്നെ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്നുണ്ട്. പല പുലി രൂപങ്ങൾക്കും ഈ ഫ്ലാഷ് ലൈറ്റും മിന്നുന്ന ലൈറ്റും മിന്നുന്ന ലൈറ്റും അങ്ങനെ എന്തൊക്കെയുണ്ട്. അത് ഈ പറഞ്ഞുകൊണ്ട് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, പണ്ടൊക്കെ ഈ കൊടവയർ എന്നുള്ള, ഇപ്പോഴാണ് കൊടവയർ എന്നുള്ളതായത് അതൊരു അലങ്കാരമായി. പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, പക്ഷെ കൊടവയർ എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? പിന്നെന്താ പറയാ, എന്തോ പറയണം, ആലങ്കാരികമായി സംസാരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ദിവസം കൊടവയറിന് ഡിമാൻഡ്. അതായത് ഓണക്കാലം, ഈ ഉത്രാടം തൊട്ട് ഓണക്കാലം തുടങ്ങുമ്പോ തൊട്ട് ഡിമാൻഡാ. കാരണം എന്താണെന്നറിയോ, ഈ കൊടവയർ എന്ന് പറയുന്നത് മേഘന പറഞ്ഞതുപോലെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം, പ്രത്യേകിച്ചും തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം, അവർ ഈ ഒരു വയറ്, ഇത്തരം ഒരു വയറ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അതായത് പുലിക്കളിക്ക് വേണ്ടി മാത്രം വയറ് നീട്ടി വളർത്തുന്ന, അതായത് നമ്മൾ താടിമുടിയൊക്കെ വളർത്തുന്ന പോലെ വയറിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. അത് ചിലപ്പോ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും ഈ തലയെടുപ്പ്, ഇവിടെ പുലികളുടെ തലയെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ വയറിന്റെ ഒരു ചന്താണ്. അതായത് കുറച്ചധികം വയറുള്ളവർക്ക് നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ പറ്റും. നല്ല രീതിയിൽ അവിടെ ഈ ചിത്രങ്ങൾ, പുലിയുടെ രൂപങ്ങൾ വരച്ച് ഈ വയറിൽ കൊമ്പും മീശയും കൊമ്പ് എന്താ എല്ലാം ഉണ്ട്. പുലിക്ക് കൊമ്പില്ല, പക്ഷെ നമുക്ക് ആലങ്കാരികമായി കുറച്ച് നേരമായിട്ട് ഈ വാക്ക് വെറുതെ ആവശ്യമില്ലാതെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ഈ നടുവിലാൽ ജംഗ്ഷനിലാണ്. ഇവിടെ ഈ വടക്കുന്നാഥന്റെ നേരെ മുന്നിലായിട്ട് ഇങ്ങനെ ഈ തൃശ്ശൂരുകാരുടെ ഒരു വൈബ് മുഴുവനായി പിടിച്ചത്. അതായത് തൃശ്ശൂരുകാർ പറഞ്ഞാൽ അത് പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും അത് ഏതറ്റം വരെയും പോയി അത്രയേറെ ആഘോഷിക്കുന്ന ആൾക്കാരാണ് അവർ. വലിയ തരത്തിൽ
ആഘോഷമാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കാലാവസ്ഥയും കുഴപ്പമില്ല അല്ലെ, കാലാവസ്ഥ നല്ല കുഴപ്പമില്ല. വെയിലാണ്. അതായത് നേരത്തെ നമ്മൾ ഇങ്ങനെ വെയിൽ പൂരത്തിന്റെ ഒക്കെ സമയത്തായിരിക്കും അല്ലെ, പൂരം കൊട്ടിക്കയറുന്ന സമയത്ത് ആനകൾ ഇറങ്ങുന്ന സമയത്ത് ആ പൂരത്തിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ അത് കവർ ചെയ്യുന്നത് ഈ പൂരത്തിന്റെ ഒക്കെ സമയത്തായിരിക്കും. നമ്മൾ ഇത്ര വെയിലിൽ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഒരു ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം, എന്താ പേരെന്താ? ആഷിഖാണ്. എന്താണ് വിശേഷം? എന്താ എന്തുട്ടാ ഇവിടെ പുലിക്കളിയാണ്. ഇനി പുലിക്കളിയാണോ? കുറച്ച് കഴിഞ്ഞ പുലി ഇറങ്ങാറായി. ഇനി നമ്മൾ അവരെ കൊടവരൊക്കെ വിളിക്കുന്ന കളികൾ കാണാൻ ഞങ്ങൾ നിക്കാണ്. തൃശ്ശൂരുകാരനല്ലേ? പിന്നല്ലാതെ. അപ്പൊ ഈ ഒരു പുലികളി കെട്ടണം അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലേ ഇതുവരെ? തോന്നിട്ടില്ല അങ്ങനെ ആരും. നമ്മുടെ അത് മോശമായി പോയി. പുലി ഇറങ്ങി നമ്മൾ പിടയ്ക്കും. നമുക്കൊന്ന് ആവേശമാക്കിയല്ലോ. നമുക്ക് ഒറ്റക്ക് ഒരു സിംഗിൾ വൈബ് പിടിച്ചാലോ? ഒറ്റക്ക് ആവേശമാക്കാൻ പറ്റുമോ? നമ്മൾ സിംഗിൾസ് കൂടി ഒരു ആവേശമാക്കുക. ഓക്കെ, അതെ. ഒന്നുകൂടി ആവാം. ഭദ്ര കണ്ടില്ലേ? അതായത് ഓരോ ആൾക്കാരും ഓരോരുത്തരും ചേർന്ന് ഇങ്ങനെ വലിയ തരത്തിൽ, അതായത് ഓരോ ആൾക്കാരും ചേർന്ന് ഇങ്ങനെ ഒറ്റക്ക് വൈബാക്കാനും ഇവിടെ ആൾക്കാർക്ക് പറ്റും. അല്ലെങ്കിൽ ഒറ്റക്ക് ചേർന്ന്, അതായത് കൂട്ടകൂടണമില്ല അല്ലേ? ഒരാളുടെ ആവേശമാണ് നമ്മൾ കണ്ടത്. ഈ ജനസാഗരത്തിന്റെ ആവേശം എല്ലാം കൂടെ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ഈ പുലി ഇറങ്ങി കഴിയുമ്പം ഇതെല്ലാം അങ്ങ് കൂട്ടം കൂടണമെന്നില്ല, ഒറ്റക്കാണെങ്കിലും വൈബാക്കും. ഇറങ്ങും. പിന്നെ പുലി ഇറങ്ങിയാൽ ചേട്ടാ നേരത്തെ ഇവിടെ എത്തിയതാണോ പുലിക്കളി കാണാൻ? അപ്പൊ ഇത് സ്ഥലം തിരക്കാണോ? നേരത്തെ ഇവിടെ വന്നിട്ട് കൊല്ലത്തുനിന്ന് വരുവാണ് കേട്ടോ. കൊല്ലത്തുനിന്ന് തൃശ്ശൂരിൽ പുലിക്കളി കാണാൻ വേണ്ടി എത്തിയതാണ്. കൊല്ലം കണ്ടവനില്ല വേണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. വേണ്ട, തൃശ്ശൂര് മതി. ഈ പൂരവും പുലിക്കളിയും ഒക്കെ കൊണ്ട് തൃശ്ശൂര് മതി. തൃശ്ശൂര് സൂപ്പറാ, പക്ഷെ കൊല്ലം കണ്ടവനില്ല വേണ്ടല്ലേ? അപ്പൊ കൊല്ലക്കാർക്ക് ഒരു അസൂയാവില്ലേ കൊല്ലം സൂപ്പർ അല്ലാന്ന് പറഞ്ഞാല്? സൂപ്പറാണ്, തൃശ്ശൂരും സൂപ്പറാണ്. അപ്പൊ കൊല്ലത്തുനിന്ന് തൃശ്ശൂർ പൂരം അല്ല, ക്ഷമിക്കണം, തൃശ്ശൂർ പുലിക്കളി കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതാണ്. അങ്ങനെ പലരുണ്ട്. അതായത് പല വേഷങ്ങളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന്, ദുബായിൽ നിന്ന് എത്തിയവരുണ്ട്, UAE നിന്ന് എത്തിയവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ജോലി അവധിയെടുത്തൊക്കെ ഈ ഒരു സ്ഥലത്ത് എത്തി പുലിക്കളി കാണാൻ വേണ്ടി ആ ആവേശം, ഈ ചെണ്ടമേളം കൊട്ടിക്കയറുമ്പോൾ അവരുടെ കൂടെ ആടാനും പാടാനുമായിട്ട് വലിയ തരത്തിൽ ആൾക്കാരുണ്ട്. ചേട്ടാ ഇവിടുത്തുകാരാണോ? തൃശ്ശൂരുകാരാണോ? അപ്പൊ നമ്മുടെ ഒരു പുലിക്കളി ആവേശം എങ്ങനെയാ? പിന്നെ ഒരു പ്രത്യേക വൈബല്ലേ. ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഓരോ വർഷങ്ങളിലും നമ്മളിത് ആസ്വദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഞങ്ങൾ കരുതി പുലികളി നമ്മളിപ്പോ നടക്കുമല്ലേ. പിന്നെ തീർച്ചയായിട്ടും തിരിച്ചു വന്നല്ല, വലിയൊരു സന്തോഷം. നിങ്ങളൊക്കെ ഈ പ്രതിഷേധമൊക്കെ ആയിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുലിക്കളി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് അത് എത്ര ആൾക്കാരെ ഭക്ഷണമാണ്, എത്ര ആൾക്കാർക്ക് ജോലിയാണ്, അതൊക്കെ ഇല്ലാണ്ടാവല്ലേ. അപ്പൊ ഇതൊരു എല്ലാവർക്കും ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് കൂടിയായി. നിങ്ങൾ ഏത് ദേശക്കാരാ? അല്ലെങ്കിൽ ഏത് നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ, മത്സരബുദ്ധിയൊക്കെ ഉണ്ടോ? നമ്മൾ പല ദേശങ്ങളിലും പോകുമ്പോ അവര് പറയുന്നത് നമ്മൾ കപ്പെടുക്കും, നമ്മൾ ക്യാഷ് പ്രൈസ് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലുണ്ട്. നടക്കില്ലെന്നാണ്. അല്ല, അങ്ങനെയല്ല, പ്രകടമാക്കാറില്ല എന്ന് മാത്രം. നമുക്ക് എല്ലാവരും വേണമെന്നുള്ള ഒരു ഒറ്റ ബേസിൽ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ആസ്വദിക്കുക, അതാണ് അതന്നെ. ആരും ജയിച്ചാലും അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും എങ്ങനെ കഴിയോളപടി ഉണ്ടാവും. 10-11 മണി വരെ നമുക്ക് വൈബാക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭദ്ര, ഈ മുണ്ടക്കൈ ദുരന്തത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് അയ്യന്തോൾ ദേശമാണ്. അയ്യന്തോൾ ദേശം ഇപ്പോൾ ഈ ഒരു പുലിക്കളിയിൽ പങ്കെടുക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ പുലിക്കളി ഇല്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ, പുലിക്കളി ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ സർക്കാരിനൊപ്പം നീങ്ങി പുലിക്കളി ഉപേക്ഷിച്ചു. അതിനുശേഷം തീരുമാനം മാറ്റിയപ്പോൾ ഇവർക്ക് ഈ നിശ്ചല ദൃശ്യങ്ങളടക്കം തയ്യാറാക്കാൻ പറ്റാത്തതോടെ ഈ അയ്യന്തോൾ ദേശം പിൻവാങ്ങുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 7 ദേശങ്ങൾ തമ്മിലാണ് മത്സരം. ഇപ്പോൾ സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞത് സാംസ്കാരിക തലസ്ഥാനമാണ് കേരളത്തിന്റെ. ഈ പുലികളി പൂരം എന്നൊക്കെ പറഞ്ഞ കേരള സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി നാനാ ജാതികളിൽപ്പെട്ട ആൾക്കാർ, ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരും. ഈ ഒരു പുലികളി ആകട്ടെ, പൂരമാകട്ടെ, ഇതെല്ലാം കാണാനായിട്ട് അങ്ങനത്തെ കാഴ്ചയാണ്. ഇതിൽ വേറൊരു സർപ്രൈസിൻ്റെ കാര്യങ്ങളും സസ്പെൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു പുലികളി തുടങ്ങുമ്പം സുരക്ഷ ഒരുക്കുന്നത് 100 മുട്ടകളാണ്.
എന്താ വെച്ചാൽ കാളിദാസ് അത് വിശദീകരിക്കണം. വിശദീകരിക്കുക. പൊളിറ്റിക്കലി ഇൻകറക്റ്റ്നെസ് കണ്ടെത്താനാണോ? വിശദീകരിക്കും. വിശദീകരിക്കാം. ചിലപ്പോൾ ഇൻകറക്റ്റ് ഒക്കെ ആവാം, എന്നാലും വിശദീകരിക്കാം. ഒന്നുമില്ല, കാരണം നമ്മൾ ഈ മുട്ടയടിച്ചവരുടെ സംഘടന, മുട്ടത്തലയുള്ളവരുടെ സംഘടനയാണ് ഇവിടെ ഇന്നിപ്പോൾ ഈ ഒരു പുലികളിക്ക് കാവലിരിക്കുന്നത്. മനോഹരമായ കാഴ്ച. രണ്ടാൾക്കാരെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഹലോ, എന്താ പേരെങ്ങനാ? ഏത് നാട്ടുകാരാ? അവിടെ ഇവർ വ്യത്യസ്തമായിട്ടൊരു വേഷം. ഇവിടെ തന്നെ, അടുത്ത് തന്നെ. അതെന്താ ഇന്നെന്താ ഈ ഒരു കോസ്റ്റ്യൂമില്? എല്ലാവരും പുലിക്കളെ നോക്കിയിട്ടില്ലവരാ, നമുക്കൊരു വെറൈറ്റി വേണ്ടേ? അതെ, ദാസനും വിജയനും. നമ്മളും തൃശ്ശൂർ. ദാസനും വിജയനും. ഇതിലാരാ ദാസൻ? തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചില്ല. ഇല്ലില്ല, അതിനൊരു ഡിബേറ്റിന് തയ്യാറല്ല. അവർ തീരുമാനിച്ചിട്ടില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും തീരുമാനിക്കട്ടെ. വ്യത്യസ്തമായ വേഷം ഞങ്ങൾ ഇട്ടുവന്നോണ്ടല്ലോ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? സത്യം. അല്ല, പിന്നെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ട് ഉള്ളോ? അല്ല, പിന്നെ പുലിയല്ല, പുലി. അല്ല, അപ്പൊ പുലികളുടെ കൂടെ ഒരു വെറൈറ്റി പുലിയായിട്ട് ഇറങ്ങും. നമുക്ക് സിക്സ് പാക്ക് ആയതുകൊണ്ട് ഒരു പുലിയുടെ ഒരു വൈബ് കിട്ടൂല. അപ്പൊ നമുക്ക് വേറൊരു വൈബിൽ പിടിക്കാന്ന് വെച്ചു. ഇതാണ് നമ്മുടെ വൈബ്. നമുക്ക് ആ വൈബ് ഒന്ന് ഇവിടെ കാണിച്ചാലോ? ഏതെങ്കിലും ഒരു പാട്ട് വേണം. സ്റ്റെപ്പ് ഇടാറുണ്ട്. കാളിദാസ് ഒരു പാട്ട് പാടിക്കോ. പാട്ട് പാട്. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, 17 കടമത്തെ കുടമുല്ല പുത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും വന്നല്ലോ, മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളക്കണ്ണി കുപ്പായം, ആ വെള്ളി ചെല്ല കിണ്ണത്തിൽ പിന്നും പൊന്നിൻ മുഹമ്മദ് സലാം ഒന്ന് എല്ലാരും തൃശ്ശൂരിന്റെ ഒരു പവർ കാണിച്ചേ. പണ്ടേ എടുത്തതാ. പണ്ടേ തൃശ്ശൂർ എടുത്തു അല്ലേ? അല്ല, പിന്നെ നമ്മള് അടിപൊളിയാണ്. ഇത് കഴിയുന്നവരുണ്ടാകും, പുലിക്കളി കഴിയുന്നവരുണ്ടാകും. അപ്പൊ ഇവർക്കൊരു കയ്യടി കൊടുത്തേ. ഇത്രേ ഉള്ളൂ ഉഷാറേ. നമുക്ക് ഒന്നുകൂടി ഒരു ആർപ്പ വിളിക്കാം. അപ്പൊ ഉഷാറോ കൈ കൊട്ടണം. തൃശ്ശൂരുകാരും പൊളിയെല്ലാം പൊളിയാണ്. തൃശ്ശൂരുകാര് പോരല്ലോ. നമ്മള് നിങ്ങളെ വലിയ അത്ര വലിയ ഹോയ് വിട്ടത്. നമ്മള് വർത്തമാര് വന്നിട്ട് ഇവരെ തൃശ്ശൂർ പൊളിന്നൊക്കെ പറഞ്ഞു ഇവര് മിണ്ടണില്ല. ചേട്ടന്റെ പേരെന്താ? എത്രാമത്തെ കൊല്ലമായിട്ടാ പുലികളിക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നേ? കുറെ കൊല്ലമായിട്ട് വരുന്നതാണ്. എല്ലാ കൊല്ലം വരും. കുഞ്ഞിലെ തൊട്ടാ വരുന്നത്. അതെ, പുലികളി എന്ന് വെച്ചാൽ ആവേശം. പൂരം പുലികളിയൊക്കെ ആവേശം. എല്ലാ കൊല്ലം മുടങ്ങാണ്ട്. അപ്പൊ ആര് ജയിക്കണം എന്ന് ആഗ്രഹം? ഏത് ദേശം ജയിക്കണം എന്ന് ആഗ്രഹം? അത് ഈ വെട്ടിയാരിനെ ജയിക്കുക. ചേട്ടന് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല. ഉത്തരം പറയാനല്ലേ? അതെ, ദേശം ജയിക്കുന്നു. എനിക്ക് അയ്യന്തോളി ജയിക്കണം. ഇത്തവണ ഉണ്ടോ? അയ്യന്തോളില്ലേ? ആരും ജയിക്കണ്ട. അയ്യന്തോളുണ്ടോ ഇത്തവണ? അയ്യന്തോളുണ്ടോ? ആർക്കെങ്കിലും അറിയോ? ഇല്ല. അയ്യന്തോളില്ല. അപ്പൊ അവിടെ എല്ലാ കൊല്ലം തൃശ്ശൂർക്കാരനാണ്. വരില്ല. ഞാൻ ഗുരുവായൂർ താമസം. ഇവിടെ വരും. എല്ലാ കൊല്ലം ഇവിടെ വരും. നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിക്കും. സ്ഥലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇരിക്കില്ല. ഒക്കെ ചുറ്റി കാണും. എല്ലാം ആഘോഷിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന് ഇതുവരെ കണ്ട പുലികളിൽ ഏറ്റവും ആവേശമുള്ള ഒരു പുലികളി അത് ഏത് കൊല്ലം നടന്നതായിരുന്നു? എനിക്ക് കൊല്ലം നടക്കുന്ന കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഒരു കൊല്ലം നടന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ അവരെ കൂടെ പോയി, ലാസ്റ്റ് വரைக்கும் പോയി അവിടെ. അതാണ് അതിന്റെ മുമ്പിലത്തല്ല. പോയി മുളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ കാശങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഭരതൻ. ഞാൻ ഗുരുവായൂരെ താമസം. ഗുരുവായൂരിൽ വരുന്നത്. ഏതും പാടാം. പുലികളി ആവേശം ഉണർത്താനുള്ള ഒരു പാട്ടാ. പുലികളി ആവേശത്തിൽ മലയാളം, തമിഴ് എല്ലാം ഉണ്ട്. ഹിന്ദി വേണോ തമിഴ് വേണോന്ന്? എല്ലാരും ചൊല്ലണേ കല്യാണി നെഞ്ചിലെന്ന്, കല്യാണി നെഞ്ചിലെന്ന്.
ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞു കൂടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനില്ല മേൽപോട്ട്, ഞാനില്ല മേൽപോട്ട്, കല്യാണ ചെക്കനുണ്ട് താഴെ, കല്യാണ ചെക്കനുണ്ട്. എല്ലാരും എന്തിനു നോക്കണേ, എന്തിനു നോക്കണേ, ചന്ദിരാണി ഞങ്ങളെ, അയ്യോ ചന്ദിരാണി ഞങ്ങളെ. ഞാനൊന്നു തൊട്ടപ്പോ നീലകരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും കല്ലാണ് നെഞ്ചിലെന്ന്, കല്ലാണ് നെഞ്ചിലെന്ന്. എന്റെ പേര് ഭരതൻ. സമ്മാനം, സ്നേഹമാണ് സമ്മാനം അല്ലേ? അപ്പൊ ഭരതൻ ചേട്ടന് ഒരു നല്ല കയ്യടി കൊടുക്കണം, കാരണം അത്രയും ഉഷാറായി. ഭരതൻ ചേട്ടനെയാണ്. സമയം പുലി ഇവിടെ എത്താൻ ഇനിയും മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോഴേക്കും ഇവിടെ ആവേശം കണ്ടില്ലേ? തൃശ്ശൂരുകാര് പൊളിയാണ്, തൃശ്ശൂരുകാര് പൊളിയാണെന്ന് ഇപ്പോഴേ തെളിയിച്ചു അല്ലേ? അതെ, ആരും സപ്പോർട്ടില്ല തൃശ്ശൂരുകാരെ കുറിച്ച് പൊക്കി പറയുമ്പോഴും ആരും ഒന്നും മിണ്ടണില്ല. എന്താ വാ, ഒന്നും പറയില്ല. അപ്പോ ഭദ്ര, ഇതൊക്കെയാണ് ഇവിടുത്തെ, അതായത് ഇവിടെ പുലി എത്തുന്നതേ ഉള്ളൂ. സീതാറാം മില്ലിൽ നിന്നാണ് ആദ്യം തൃശ്ശൂർക്കാരെ മാത്രല്ല, കേരളം മൊത്തം, കേരളത്തിൽ പറഞ്ഞതിലൊരു തിരുത്ത് വരുത്തിയതാണ്. അതിലേക്ക് പോണ്ട. നമുക്ക് ഉള്ളൊരു ചിന്ത എന്താണെന്നറിയോ? തൃശ്ശൂർക്കാരെ പുലി, തൃശ്ശൂർക്കാരെ പുലി അത് ഇതാണ് എന്നെയാണ്. അത് തൃശ്ശൂർക്കാരെ എനർജിയാണ്. അപ്പൊ നമുക്ക് ഒരു സുന്ദരനായ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടനെ തന്നെയാ? സുന്ദരൻ ചേട്ടൻ. അതെ, എന്താ പേരെന്താ? ലുക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ല മുഖച്ഛായം എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ എന്താ ഫ്ലേർട്ട് ചെയ്യണ്ടോന്നൊക്കെ തോന്നുന്നു. പ്രവർത്തകർക്ക് അവരുടേതായിട്ട് ഭാഷ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ ഈ പൂരം വൈബ് എങ്ങനെയാ? പൂരമല്ലല്ലോ, ഇന്ന് പൂരം ആണോ? ഒരുപാട് തവണ മാറിപ്പോയിരിക്കുന്നത്. പുലിക്കളി ഒരു വലിയ പൂരം തന്നെയല്ലേ? പുലിക്കളി ഒരു വലിയ പൂരാണ്. എങ്കിലും അതിൽ നിന്ന് എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട് പുലിക്കളിയാ? പുലിക്കളിയാണ് ഇവിടെ വരുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് വരുന്നത്, അക്ഷരനഗരിയിൽ നിന്നാണ്. എവിടെയാണ് അക്ഷരനഗരി എന്നറിയോ? മലപ്പുറം ജില്ലയിലെ അക്ഷരനഗരി ഏതാണെന്ന് അറിയില്ല. കാളിദാസ് ഓക്കെയാണ് ചേട്ടൻ നമ്മളോട് പുലിമടയിലാ വന്ന് പെട്ടത് അല്ലേ? നമ്മളൊരു പുലിമടയിൽ, അതാ ചോദിക്കുന്നതിനൊക്കെ പ്രശ്നം വരുന്നത്. ഇതൊരു സിംഗിൾ പുലിമടയാണ്. ഓക്കെ, പറഞ്ഞോ. ഈ പുലി ആവേശം ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം, കാടിറങ്ങി മേടിറങ്ങി കാണാൻ പോകണ പൂരം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. കണ്ണേ നിൻ കൈ പിടിച്ച് കാവ് ചുറ്റണ നേരം, ചിന്ന കട പെരിയ കട ചിന്തൂരക്കട കേറാം, കുപ്പിവള വാങ്ങാം,
കുപ്പായ തുണി വാങ്ങാം, സോപ്പ് ചീപ്പ് വാങ്ങാം, പിന്നെ പാതുകാരം വാങ്ങാം. മാടുകയിൽ മല്ലിക പൂത്തൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. തുമ്പിക്കര കടലിലുള്ള കാവി തൂക്കണ നേരം, കമ്പിപ്പുഴ കടവിലുള്ളിൽ കാവി തൂക്കണ നേരം, ചെന്താരത്തിൻ ചെന്നാകത്തിൻ ചോട്ടിലിരുന്ന് കാട് വെട്ടണ നേരം, പെണ്ണേ നിൻ മാറി നീയും എൻ്റെ